ഗൈസ്, വെൽക്കം ടു തമ്പിയണ്ണൻ ചാനൽ. ഇന്ന് ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് നല്ല മഴയുണ്ട്, പക്ഷെ അതൊന്നും ബോധം ചെയ്യാതെ ഞങ്ങളൊന്ന് ഷോപ്പിങ്ങിന് പോകാമെന്ന് കരുതിയിട്ടാണ് ഇന്ന് ഷോപ്പിംഗ് ഡേ വെച്ചത്. ഓക്കെ, മൈൻഡിൽ ഒന്ന് രണ്ട് സാധനങ്ങളേ ഉള്ളൂ വാങ്ങിക്കാനായിട്ട്. പക്ഷേ നമ്മൾക്കറിയാമല്ലോ, നമ്മൾ ഒരു സാധനങ്ങൾ നോക്കി പോകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ നമുക്ക് ഇന്ന സാധനം വേണോ. അങ്ങനെ ഓരോന്നായിട്ട് ഇതാ നോക്കി പോവുകയാണ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അത് കാണുമ്പോൾ എടുക്കാന്നുള്ള പ്ലാനിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, അടുത്ത് ഇതാ ഇതൊന്നും ആവശ്യമില്ല. ഓക്കെ, ഈ സാധനങ്ങളൊന്നും ആവശ്യമില്ല. അതാ അടുത്ത ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടത് ഞങ്ങളുടെ വാവയ്ക്ക് വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാനായിട്ടുള്ള ഒരു സെറ്റാണ്. ഓക്കെ, ഇത് നോൺ ബ്രേക്കബിൾ ആണ്, അതുകൊണ്ട് ഇതെടുക്കാമെന്ന് കരുതി. അവന് ഓൾറെഡി ഉണ്ട്, എന്നാലും ഒന്ന് വെറൈറ്റി ആയിട്ട് എപ്പോഴും ഒരു പ്ലേറ്റിൽ ഇതിൽ കഴിക്കുമ്പോൾ കുട്ടികൾക്ക് ബോറടിക്കും. ഒന്ന് പുതിയതാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഒന്നെടുത്തത്. ഓക്കെ, അടുത്ത് നോക്കാം എന്തൊക്കെ ആവശ്യമുണ്ടെന്ന്. ഓക്കെ, ഇവിടെ ഒന്നും എടുക്കാനില്ല. ഓക്കെ, ബിസ്ക്കറ്റ്സ് ഒക്കെ എടുക്കാനുണ്ട്, അത് പിന്നെ എടുക്കാം. പിന്നെ ഇപ്പോൾ ഞങ്ങൾ തിരക്കുന്നത് പിന്നെ പുറത്ത് പോകുമ്പോൾ ഫുഡ് കൊണ്ടുപോകാനായിട്ട് ഒരു ഹോട്ട് പോസ്റ്റ് പോലുള്ള ഒരു സാധനമാണ്. അതാണ് ഞങ്ങളിപ്പോൾ തിരക്കുന്നത്. ഓക്കെ, ഇവിടെ ഒന്നുമില്ല. ഞങ്ങൾ വിചാരിക്കുന്ന ഐറ്റം എന്താ കിട്ടി. ഓക്കെ, ഇതുപോലത്തെ ഒരു ഐറ്റമാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അങ്ങനെ അവനൊരു പാത്രം സെലക്ട് ചെയ്തു. ഇവിടെ ആണെങ്കിൽ SBI ബഹളമാണ്. എപ്പോൾ ഷോപ്പിങ്ങിന് വന്നാലും SBI കാർഡിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ കാണും. ഹാൻഡ് എക്വയറീസും എടുക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു ഇതാണ്. അടുത്ത് ഞങ്ങൾ പോയിരിക്കുന്നത് കുട്ടിയുടെ ടോയ്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഓക്കെ, ടോയ്സ് അവൻ ടോയ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കാറില്ല. അറിയാമല്ലോ, കുട്ടികൾ 2 ദിവസം ഉപയോഗിക്കും, അത് പുറത്തെറിയും. ഓക്കെ, ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഹാൻഡ് ഫാനാണ്, ചെറുത്. കാറ്റുണ്ടോയെന്ന് ചെക്ക് ചെയ്യാണ് കേട്ടോ. ഓക്കെ, എല്ലാ ടോയ്സും നമ്മൾ നോക്കി പോവാണ്. ഇഷ്ടപ്പെട്ട ഏത് ടോയ്സ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ നോക്കി പോകുന്നത്. ഓക്കെ, നോക്കാം നമ്മൾ എന്തൊക്കെ ഷോപ്പിംഗ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അവസാനം വരെ. പ്ലീസ് അവസാനം വരെ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക.